ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ മഴയൊക്കെ ഉണ്ടോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണം കേട്ടോ. അപ്പോൾ രാവിലെ ഒരുവിധം ജോലിയൊക്കെ ഇങ്ങനെ ആയി. ഇനിയും പിന്നെന്താ, അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. ബാക്കിയൊക്കെ ജോലികളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ സമയം 7:15 ഉള്ളൂ. ചേട്ടനും മോളും രാവിലെ 6:45 കഴിഞ്ഞപ്പോഴത്തേന് പോയി. പിന്നെ ഇനി ഞാൻ തന്നെ ഉള്ളൂ. അപ്പം ഇതാണ് കൂട്ടുകാരെ ഞാൻ ഇന്നലെ തയ്ച്ച നൈറ്റി കേട്ടോ. അത്ര വലിയ എനിക്ക് തയ്ക്കാനൊന്നും അറിയത്തില്ല, എന്നാലും ഇന്നലെ തയ്ച്ച നൈറ്റിയാണിത്. പിന്നെ വേറെ എന്താണ് വിശേഷം? പറ്റുമെങ്കിൽ ചിലപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുക. കഴിഞ്ഞ ദിവസം എനിക്ക് അപ്പുറത്തുനിന്ന് ഞാൻ എടുത്തുകൊണ്ടിട്ട് 2 മടൽ കിടപ്പുണ്ടായിരുന്നു. അത് രാവിലെ ചേട്ടനത് വെട്ടിയിട്ടിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോഴും മോള് ജോലിക്ക് പോകുന്നതിനായിട്ട് രാവിലെ ചായ കുടിച്ചോണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ പിടിക്കുന്നതിനാ കൂട്ടുകാർ എന്നെ ഈ നോക്കുന്നത് കേട്ടോ. ഇങ്ങോട്ടൊന്ന് തിരിയുവോ? തീവണ്ടി അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ അവർ രണ്ടുപേരും പോകാനൊക്കെ കൊണ്ടുകൊണ്ട് ഒരുങ്ങി ഇറങ്ങി. അപ്പം മോൾ അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. നിന്നപ്പോഴാണ് അവിടെ മീൻകുളത്തിനകത്തിൽ അവിടെ മീനെ നോക്കാനൊക്കെ കൊണ്ട് പോയിട്ട് ചേട്ടൻ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോഴും ഇന്നലെ മോളാണ് ഇങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ശരിയാക്കിയത്. കൊള്ളാവോ കൂട്ടുകാരെ? അപ്പോൾ പറ്റുമെങ്കിൽ ചിലപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ നോക്കട്ടെ, സാഹചര്യം പോലെ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നു. മോൾക്ക് ഉച്ചവരെ ഉള്ളൂ, മോൾ ഉച്ചയാകുമ്പം വരും. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കൂട്ടുകാരെ? വിശേഷങ്ങളൊക്കെ പറയണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വയ്യമ്മി പോയപ്പം പിന്നെന്താ, എനിക്ക് നൈറ്റി അവൾ വാങ്ങിച്ചു തന്ന നൈറ്റിയുടെ തുണിയാണിത്. ഞാൻ പറഞ്ഞു എനിക്ക് തുണി എടുത്തതാണ്, ഞാൻ തയ്ച്ചോളാന്ന് പറഞ്ഞു. പിന്നെ അല്ലാതെ 2 നൈറ്റി വാങ്ങിച്ചു തന്നു. എന്നിട്ട് ഞാൻ കന്മഷി വാങ്ങിച്ചില്ല കൂട്ടുകാരെ. കന്മഷി വാങ്ങിക്കണം പറഞ്ഞുകൊണ്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ കടയിലോട്ട് കയറിയപ്പോഴേ ഞങ്ങളുടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇങ്ങോട്ട് വാ, ഞാൻ ജോലിക്ക് പോയില്ല, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ എളുപ്പം വരണമെന്നുള്ള ഇതിലായി. അപ്പോൾ എളുപ്പം നോക്കി തിരഞ്ഞു പറക്കി എടുത്തുകൊണ്ട്, അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിൽ നമുക്ക് നോക്കാനോ എടുക്കാനോ പറ്റിയില്ല. എളുപ്പം നോക്കിയിട്ട് അപ്പോൾ 2-3 ഈടെ അമ്മ വിളിച്ച്, നീ ഇറങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം നമുക്ക് പന്തളത്തുനിന്ന് പിന്നെ ഇങ്ങനെ ഓമല്ലൂർ വരണം, അവിടെ വന്നിട്ട് വേണം പിന്നെ വീട്ടിലോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് കന്മഷി മേടിയിലൊന്നും നടന്നില്ല. ഇനിയും കടയിലെങ്ങാനും പോകണം മേടിക്കാൻ. എനിക്കതേ കന്മഷി വെച്ച് എഴുതുന്നതാണ് ഭയങ്കര ഇഷ്ടം. ഐലൈനർ വെച്ച് എഴുതി കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ എനിക്കത് എഴുതി കഴിഞ്ഞത് ഇവിടെ എല്ലാം പടരും, ഇങ്ങനെ ഒട്ടിയിരിക്കും, എങ്ങനെയോ പറ്റും, അത്ര വലിയ വശമില്ല. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഇച്ചിരി ഇവിടെ ഇങ്ങനെ മാത്രം വരച്ച് വെച്ചു കേട്ടോ. കണ്ണിനൊരു കറുപ്പില്ല, വെളുത്ത് വല്ലാത്ത ഇതുപോലെ കിടക്കുന്നു. അതുകൊണ്ട് ഒന്നാമത് പുരികമൊക്കെ കുറവാണ് കേട്ടോ. അത് ഞാനിങ്ങനെ പെൻസിൽ വെച്ചിട്ടൊക്കെയാണ് ഒരുവിധം ആക്കുന്നത്. അപ്പോൾ കണ്ണിൻ്റെ ഇവിടെയൊക്കെ കറുപ്പിൽ ഇത് കണ്ടോ വെളുത്തിരിക്കുക. അപ്പോൾ എനിക്കതൊക്കെ ഒരു മടിയാണ്. കന്മഷി എഴുതാം, ഭയങ്കര ഇഷ്ടമാണ് കന്മഷി എഴുതുന്നത്. ഇനി പോകണം, കടയിലൊന്ന് പോകണം. ഇവിടെ മടിച്ച് നമ്മൾ വീട്ടിലിരിക്കുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇറങ്ങാനേ തോന്നത്തില്ല, മടി പിടിച്ചിട്ട് ഇവിടെ ഇരിക്കും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോകും. അത് എന്തെങ്കിലും ഒഴിയാൻ പറ്റാത്ത അത്യാവശ്യമാണെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും. ഇനി നാളെ ജോലിയുണ്ട്, ജോലിക്ക് പോകണം. പിന്നെ വേറെ എന്താ, വേറെ വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നും ഇല്ല കൂട്ടുകാരെ. ഇന്നലെ പിന്നെ തയ്യലായിരുന്നു. ഈ നൈറ്റി തയ്ച്ചു കഴിഞ്ഞിട്ട് പിന്നെ മേടിച്ച് തന്ന നൈറ്റിയൊക്കെ എനിക്ക് ചെറുതാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ താഴെ വന്ന് കിടക്കും, ഈ ഭാഗത്തൊക്കെ വന്ന് കിടക്കും. അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല. ഞാനപ്പോൾ അത് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് കൈ കയറ്റി വെച്ച് തയ്ക്കും, പിന്നെ ഷേപ്പ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ നൈറ്റുകളൊക്കെ ഒരുവിധമൊക്കെ തപ്പിപ്പറക്കി എടുക്കുന്നത്. നമ്മുടെ അളവിന് കിട്ടത്തില്ലല്ലോ, നമുക്ക് നീളം ഒത്തിരി ഉണ്ടായതുകൊണ്ടേ നീളം കുറവാണ് കൂട്ടുകാർ. അതുകൊണ്ട് നമുക്ക് എത്ര എക്സൽ എടുത്താൽ പോലും അത് ഇച്ചിരി വലുത്, അപ്പോൾ ഒരു ഷേപ്പ് ചെയ്തേ പറ്റുള്ളൂ.
അതുകൊണ്ട് പിന്നെ മോക്കൊരു ചുരിദാർ എടുത്തായിരുന്നു പറഞ്ഞില്ലേ, അപ്പോൾ അതിന് വീഡിയോ ഇട്ടില്ല, വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ മോക്കൊരു ടോപ്പ് എടുത്തത് തയ്ക്കണമായിരുന്നു, അപ്പോൾ അത് തയ്ച്ചു. അങ്ങനെ ഇന്നലെ കുറേ തയ്യലായിരുന്നു. ഇന്നലെ 4:30 വരെ, ഒരു 11 മണിയൊക്കെ വരെ ഞാനിവിടെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ തയ്ക്കാനൊക്കെ കയറിയത്. തയ്ക്കാൻ കയറി പിന്നെ അതൊരു 4-4:30 വരെ തയ്യലായിരുന്നു. അങ്ങനെ നമുക്ക് ഫാസ്റ്റായിട്ട് തയ്ക്കാൻ അറിയില്ല, നല്ലതുപോലെ തയ്ക്കാൻ അറിയില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള താമസങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ 2 നൈറ്റി, ഈ നൈറ്റിയും കൂട്ടി 3 നൈറ്റി. ഇത് നൈറ്റി ഫുള്ള് തയ്ച്ചു, മറ്റേത് ഷേപ്പ് ചെയ്തു 2 പിന്നെ ഒരു പാവാട ഉണ്ടായിരുന്നു, അതിന് ഇറക്കം കുറയ്ക്കണം, അത് കുറച്ച് മോഡ് ഉടുപ്പ് തയ്ച്ചു. അങ്ങനെ 2 പില്ലോ കവർ തയ്ക്കണമായിരുന്നു, അത് ഈ പഴയ നൈറ്റി കട്ട് ചെയ്തിട്ട് ഞാൻ തയ്ച്ചിടും, അപ്പോൾ അത് തയ്ച്ചു. അങ്ങനെ എല്ലാം കൂടെ 4:30 ആയി. പിന്നെ എണീറ്റ് ചോറും കറിയൊക്കെ വെച്ചപ്പോഴത്തേന് വൈകുന്നേരമായി. പിന്നെന്താണ് കൂട്ടുകാരെ വിശേഷം? എനിക്ക് തലമുടി എല്ലാം ഊരിപ്പോവാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കോല് പോലെ കിടക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ മുടി. ഉള്ളില്ലാത്തതുകൊണ്ടേ ഇങ്ങനെ കോല് പോലെ കിടക്കുമെന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ മുടി ഊരുന്നുണ്ട് കൂട്ടുകാർ. ചെറുതിലെ തൊട്ടേ നമ്മൾ തൈറോയിഡിൻ്റെ മരുന്ന് അതിൻ്റെ ആണെന്ന് പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ മുടി വളരും, പക്ഷെ അതിങ്ങനെ കോലായിട്ട് ഇങ്ങനെ നീണ്ടു പോകും. അപ്പോൾ ഒത്തിരി മുടി ഇതുപോലെ അങ്ങനെ ഞാൻ വന്ന് മുറിച്ച് കളഞ്ഞു, ഉള്ളില്ലാതെ കിടക്കുന്നെന്നും പറഞ്ഞുകൊണ്ടേ. പിന്നെ ഈ തൈറോയിഡിൻ്റെ മരുന്നൊക്കെ കഴിക്കുമ്പോൾ മുടി നമുക്ക് പൊഴിയും, കിളിക്കാനൊക്കെ മടിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി, ഒത്തിരി മുടിയുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാനില്ല, മോക്കും ഒരുവിധം മുടി ഉണ്ട്. പക്ഷേ ആ പെണ്ണ് ഇന്നാളിൽ കട്ട് ചെയ്ത് കളഞ്ഞു, ഇതുപോലെ തന്നെ പറഞ്ഞുകൊണ്ട്. എന്നാലും അത്യാവശ്യം കൊള്ളും, നീളമുണ്ട് മുടിക്ക്. വീടിൻ്റെ അവിടെ വന്നു, വണ്ടി ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ഇങ്ങനെ ഇനി അവിടെ ചെന്ന് വയലിലിറങ്ങി വേണം അങ്ങോട്ട് പോകാൻ. അങ്ങനെ നമ്മുടെ പാലത്തേലെത്തി. അവിടെ കണ്ടോ, അവിടെ വരെ നമുക്ക് വണ്ടി വരും. അവിടെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടിരിക്കട്ടെ, ഇങ്ങനെ ഈ വഴി കൂടെ വീട്ടിലോട്ട് കൊണ്ടുവന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിനടുത്തി. ഇത് മോൻ്റെ ഉടുപ്പാണ്, കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് ഉണങ്ങിയില്ലായിരുന്നു, കഴുകിയിട്ട് ഞാൻ ഉണങ്ങിയില്ല, അപ്പോൾ അതിനകത്ത് വെച്ചില്ല. ഇതിനകത്തിലും അതുപോലെ തന്നെ സാധനങ്ങൾ, അമര തുണിയും ഒക്കെയാണ്, ചെടിയൊക്കെയാണ്. നടക്കുമ്പോൾ കിതയ്ക്കും. ഉണങ്ങാത്തോണ്ട് ഞാൻ സഞ്ചിക്കത്തി വെക്കാഞ്ഞത്. ഇവിടെ ആരുണ്ടോ എന്തോ, ചുമ്മാതെ മറിയുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബായ് കൂട്ടുകാരെ.